അധ്വാനിക്കാനും അധ്വാനിക്കാൻ തയ്യാറുള്ളവനെ അല്ലല്ലോ ഇത്. എന്താണ് ഇന്ത്യക്കാരോട് ഇങ്ങനെയൊക്കെ മതി എന്ന് അമേരിക്ക തീരുമാനിക്കുമ്പോൾ ഓംബ്ര എന്ന് പറഞ്ഞ് കൈകൂപ്പി നിൽക്കുകയാണോ ഇന്ത്യ വേണ്ടത്? അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് എല്ലാ നിയമ പരിരക്ഷകളോടും കൂടി അങ്ങനെ പോയവരല്ല ഇവർ. അതൊക്കെ ശരിയാ, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഒരു കാര്യമുണ്ട് അഭിലാഷേ, സംഭവം ശരിയാണ്, സംഭവം കേൾക്കുമ്പോൾ കഷ്ടമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ ആരാണ്? ഇവർ ഇവിടെ നിന്ന് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ് ഏതൊക്കെയോ കള്ളന്മാർക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഏതൊക്കെയോ വഴികളിലൂടെ 2-3 രാജ്യങ്ങളിലൂടെയൊക്കെ കയറി എത്രയോ കിലോമീറ്ററുകൾ കാട്ടിലൂടെയും മേട്ടിലൂടെയും ഒക്കെ നടന്ന് കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് ആ പോകുന്ന പോക്കി പലരും മരിച്ച് അങ്ങനെ പോയി ഇവിടെ മറ്റൊരു രാജ്യത്തെ നിന്ന് അനധികൃതമായി നുഴഞ്ഞു കയറി അവിടെ ചെന്ന് അവരുടെ തടവിൽ കിടന്ന അവരുടെ ദൃഷ്ടിയിലെ കുറ്റവാളികളാണവർ. ഇതാകെ വശപ്പശായല്ല. അല്ല, ഇവർ വഞ്ചിക്കപ്പെട്ടവരാണ് വേണ്ട, വഞ്ചിക്കപ്പെട്ടവരാണ് അധികം. അവര് തന്നെ പറയുന്നുണ്ടല്ലോ, വിസ ഏജന്റിന് 45-50 ലക്ഷം രൂപ കിടപ്പാടം പണയം വെച്ച്, കെട്ടുതാലി പണയം വെച്ച് 40-50 ലക്ഷം രൂപ ഉണ്ടാക്കി ഈ പറഞ്ഞ ഏജന്റിന് കൊടുത്ത് കബളിപ്പിക്കപ്പെട്ട ആളുകളാണ്. നമ്മുടെ നാട്ടുകാരാണല്ലോ, ഇന്ത്യക്കാരാണല്ലോ. അത് താങ്കൾ സമ്മതിക്കുമല്ലോ. ശരിയാണ്, അനധികൃത കുടിയേറ്റക്കാരാണ്, ഇന്ത്യക്കാരാണല്ലോ. അവരെ നാട്ടിലേക്ക് അയച്ചോട്ടെ. ഇങ്ങനെയാണോ അയക്കേണ്ടത്? അവർക്ക് മനുഷ്യത്വം അർഹിക്കുന്നില്ല എന്നാണോ അങ്ങ് പറഞ്ഞു വരുന്നത്? അല്ല, പറയുന്ന കേൾക്കൂ, പറയുന്ന മനുഷ്യത്വം അല്ല കഴിഞ്ഞല്ലേ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ കബളിപ്പിക്കപ്പെട്ടു? നിങ്ങൾ 50 ലക്ഷം രൂപ തരൂ, നിങ്ങളെ ഞങ്ങൾ അമേരിക്കയിൽ കൊണ്ടാക്കാം എന്ന് പറഞ്ഞാൽ അത് നിയമത്തിന്റെ വഴിയിൽ കൂടെ നിയമപരമായിട്ട് പോകുന്നു എന്നാണോ അർത്ഥം? നിങ്ങൾക്കൊന്നും കാര്യമില്ല, അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത അല്ല, ബുദ്ധി. അത് മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കറിയാം. ഈ 50 ലക്ഷമൊക്കെ എടുത്ത് കൊടുക്കുമ്പം ഇവർക്കറിയാം ഇത് നിയമപരമായിട്ടല്ല, അനധികൃതമായിട്ട് തന്നെയാണ് എന്താ. ഷാബു പ്രസാദ്, അവർ ഓരോരുത്തരും അവരുടെ കഥ പറയട്ടെ അഭിലാഷേ. ഈ രാജ്യത്ത് 2 മക്കളെ പോറ്റാൻ വേറെ വഴിയില്ലാതായപ്പോ ഞാൻ കടം വാങ്ങിച്ച് ഉള്ള പൈസയൊക്കെ വിസ ഏജന്റിന് കൊടുത്ത് വിസ വാങ്ങിച്ചില്ല. അല്ല, ഇന്ത്യക്കാരെ അല്ല നാണം കെടുത്തി, ഈ പറയുന്നവരാണ് ഇന്ത്യക്കാരെ നാണം കെടുത്തിയത്. 50 ലക്ഷം എടുത്തു കൊടുത്താൽ 50 ലക്ഷം എടുത്തു കൊടുക്കാൻ കഴിവുള്ളവനെ കടം മേടിച്ചിട്ടാ എങ്ങനെ ആയിക്കോട്ടെ, അവൻ ഈ നാട്ടിൽ ജീവിക്കാൻ വകയില്ല എന്നൊന്നും പറയരുത്. ഉള്ള സ്ഥലം 50 ലക്ഷം രൂപ എന്ന് പറയുന്ന ചെറിയ പൈസയാണോ? അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടാൻ കടം വാങ്ങിച്ചും സ്ഥലം വിറ്റും സ്വർണം പണയം വെച്ചും ഒക്കെ ഒന്ന് കരപിടിക്കാൻ വേണ്ടി അമേരിക്കയ്ക്ക് പോകാൻ ശ്രമിച്ചതാണ്, അല്ലെങ്കിൽ അമേരിക്കയിൽ ചെന്ന് പെട്ടതാണ്. സെപ്റ്റംബർ 11 ശേഷം ഇതേപോലെ അമേരിക്കയിൽ നുഴഞ്ഞു കയറി വന്നവരാണ് അവിടെ ആ ട്വിൻ ടവറൊക്കെ തകർത്തത്. അവിടെ ഭീകരപ്രവർത്തനം, അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ അവർക്കുണ്ട്. അതുകൊണ്ട് അവർ അങ്ങനെയുള്ളവരെ ആ രീതിയിലേ കാണുകയുള്ളൂ. അമേരിക്കയിൽ പോയി ഭീകരപ്രവർത്തനം നടത്തിയ എത്ര ഇന്ത്യൻ പൗരന്മാരുണ്ട്? നമ്മൾ ഇന്ത്യക്കാരൊക്കെ അവിടെ പോയിട്ട് ഭീകരപ്രവർത്തനം നടത്താണോ? ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല അവിടുത്തെ പ്രശ്നം. ഇന്ത്യൻ പൗരന്മാരെന്നുള്ളതല്ല പ്രശ്നം. നിയമവിരുദ്ധമായി അവിടേക്ക് നുഴഞ്ഞു കയറി വന്നവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നമുക്ക് അവരോട് പറയാൻ പറ്റില്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതേസമയം ഈ പറഞ്ഞ പോലെ ടിക്കറ്റും വിസയും ഒക്കെ എടുത്ത് നിയമപരമായി അവിടെ ചെല്ലുന്ന ഒരു ഇന്ത്യക്കാരനോടാണ് ഈ രീതിയിൽ പെരുമാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ഇടപെടാൻ പറ്റും. അതേസമയം കുറ്റവാളികളോട് അവരെങ്ങനെ ചെയ്യണമെന്നുള്ളത് ആ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചാണ്. നിങ്ങൾ അല്ല, പോത്തിന്റെ ചവിട്ടിൽ വേദം വന്നിട്ട് കാര്യമില്ലല്ലോ. എന്നാലും ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഈ രാജ്യമേ വേണ്ട എന്ന് പറഞ്ഞ 50-60 ലക്ഷം രൂപ എടുത്ത് മുടക്കി, എന്നിട്ട് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ 50 ലക്ഷം രൂപയുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചെടുക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. ഈ അമേരിക്കയുമായി മൈ ഫ്രണ്ട് അല്ലേ നരേന്ദ്രമോദിയുടെ ഫ്രണ്ടല്ലേ നരേന്ദ്രമോദി? ഇതുപോലെ വേണ്ടല്ലോ. അവരെ സാധാരണ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിൽ അയക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാമല്ലോ. അവരെ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റുകളിൽ അയക്കാൻ, അല്ലെങ്കിൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ അയക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കാമല്ലോ. ഇങ്ങനെ ഇന്ത്യക്കാരനെ കൈകാര്യം ചെയ്യുന്നത് കുടുങ്ങിയ ഇന്ത്യക്കാരെ
ഇന്ത്യക്കാരെ ഇവിടെ നിന്ന് സ്പെഷ്യൽ ഫ്ലൈറ്റ് അയച്ച ഉക്രൈനിൽ കുടുങ്ങിയ സ്റ്റുഡൻസിനെ എങ്ങനെയാണ് ഇവിടെ അതുപോലെ കൊണ്ടുവന്നത്? യമനിൽ മനുഷ്യത്വം കുടുങ്ങിയ കാണിക്കാലോ. ഇന്ത്യക്കാരെ എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവന്നത്? അറബ് കോവിഡ് കാലത്ത് നാടുകളെ, അതുപോലെ കൊണ്ടുവരാനുള്ള അർഹതയുള്ളവരല്ല ഇവർ. ഇതിനേക്കാൾ അങ്ങനെ നന്നായി ചെയ്യുന്ന ആണ്. എങ്ങനെങ്കിലും ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ പറയാനേ പറ്റുള്ളൂ. അറബ് മാടുകളെ കശാപ്പ് ചെയ്യാൻ മാടുകളെ കൊണ്ടുവരുന്നപ്പോൾ പോലും ഇതിനേക്കാൾ മനുഷ്യത്വം ഈ രാജ്യമേ കാണിച്ചിട്ടുണ്ട്. വേണ്ട, ഈ രാജ്യത്തിനെ അപമാനിച്ച് ഈ രാജ്യത്തിനെ ലോകം മുഴുവനും ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുത്തിയ ഇവരോട് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ, ഇവിടെ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്യാൻ നോക്കിക്കോളാം കഴിയുമെന്ന് എന്ന് സർക്കാർ പറഞ്ഞു. തെളിയിച്ചു. അവിടെ അമേരിക്കയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണത്. അവിടുത്തെ ആ ഇന്ത്യൻ ഡയസ്പോറ എന്ന് പറഞ്ഞാൽ വളരെ ശക്തമാണ്. അവിടെ നാസ മുതൽ നാസയിലും പെൻറ്റഗണിലും സർവ്വ മേഖലകളിലും ഇന്ത്യൻസിൻ്റെ ആധിപത്യം തന്നെയുണ്ട്. അതുകൊണ്ട് അവിടെ പക്ഷെ അവരെല്ലാവരും അവിടെ മാനം മര്യാദയ്ക്ക് എല്ലാ നിയമപരിരക്ഷകളോടുകൂടിയും നിയമപരമായ രീതിയിൽ കഴിയുന്നവരാണ്. കുറ്റവാളികളോട് ഒരു രാജ്യം എങ്ങനെ പെരുമാറണം എന്നുള്ളത്, കുറ്റവാളികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഓരോ രാജ്യത്തിൻ്റെയും പ്രൊറഗേറ്റീവാണ്. ഇവിടെ സൗദി അറേബ്യയിൽ എത്ര ഇന്ത്യക്കാരെ തലവെട്ടിക്കൊന്നിട്ടുണ്ട്? അങ്ങനെ പറയരുത്. തലവെട്ടിക്കൊന്നിട്ടുണ്ട്. അത് ആ രാജ്യത്തെ നിയമമാണ്. ആ രാജ്യത്ത് അവിടെ ഇടപെടാൻ കഴിയില്ല. ഏർപ്പെടുന്നവരെ ഇവർ അനധികൃതമായി അവിടെ കഴിഞ്ഞു എന്നുള്ളത് കുറ്റമാണ്. അനധികൃതമായി കഴിയുന്ന ആളുകളെ എല്ലാ രാജ്യങ്ങളും ഈ തരത്തിലാണോ ശിക്ഷിക്കാറ്? ഗൾഫ് രാജ്യങ്ങളും ഡീപ്പോർട്ട് ചെയ്യാറുണ്ടല്ലോ വിസ കാലാവധി കഴിഞ്ഞിട്ടുള്ള ആളുകളെ. ഇതുപോലെയാണോ? ഇവിടെ നോക്കൂ ഷാബു പ്രസാദ്, നരേന്ദ്രമോദിയും കെമിസ്ട്രി ഉണ്ട് എന്നല്ലേ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്? ഇന്ത്യക്കാരെ അവരെ കാണിച്ചയക്കണ്ടേ? അത് മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദവും അവിടുത്തെ നിയമവാഴ്ചയും തമ്മിൽ ബന്ധമില്ല. മോദിയും ട്രംപും തമ്മിലുള്ള സൗഹൃദം വേറെ, ആ രാജ്യത്തെ നിയമവാഴ്ച വേറെ. അവിടുത്തെ പ്രസിഡന്റ് പോലും അവിടുത്തെ നിയമവാഴ്ചയ്ക്ക് കീഴിലാണുള്ളത്. ഈ മാസ് പ്രസിഡന്റ് ആയിരുന്ന ക്ലിന്റണെ നമ്മൾ മച്ചാനും അല്ലേ? അതുകൊണ്ട് നിങ്ങൾ അമേരിക്കയിൽ കോംപ്രമൈസ് ചെയ്യണം. കഴിഞ്ഞ തവണ ഈ രാജ്യത്തിന് പറയാൻ കഴിയില്ല. അവർക്ക് ഗതിപിടിക്കാഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് പോയത്. ഇവിടെ ഗതിപിടിക്കാത്തത് വേറെ ചോദ്യം. അങ്ങനെ വന്ന ഇന്ത്യൻ പൗരന്മാരെ സംബന്ധിച്ച് കേവല മനുഷ്യാവകാശം ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. രാജ്യത്ത് ജീവിക്കുന്നവർ, നമ്മുടെ പൗരന്മാർക്ക് ജീവിക്കുന്നവർ, അനധികൃതമായി അമേരിക്കയിലേക്ക് പോയ നമ്മുടെ പൗരന്മാരെ തിരിച്ചയച്ചോട്ടെ. പക്ഷെ ആ മനുഷ്യർക്ക് കേവല മനുഷ്യാവകാശം ഉറപ്പാക്കാൻ കഴിയുന്നില്ല ഒരു സർക്കാരിനെങ്കിൽ അത് സർക്കാരിന്റെ പരാജയമാണ്. അതിനപ്പുറത്ത് അവിടെ വേറെ ഒന്നുമില്ല. അതുകൊണ്ടല്ല അത് ആർത്തിയും അത്യാഗ്രഹവുമാണ്. ഇവിടെ ഇരിക്കുന്നവരാരെങ്കിലും ഗതി പിടിക്കാത്തവരാണോ? ഞാനും നിങ്ങളൊക്കെ ഗതി കിട്ടാത്തവരാണോ? ഈ എല്ലാവർക്കും തുല്യാവസരമുള്ള രാജ്യമല്ലല്ലോ ഇത്. 50 ലക്ഷം രൂപ എടുക്കാനുള്ളവൻ, ആരും അധ്വാനിക്കാനും അധ്വാനിക്കാൻ തയ്യാറുള്ളവനെ അല്ലല്ലോ ഇത്. എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ചവിട്ടി കിട്ടുമ്പോൾ മനസ്സിലായിക്കോളൂ. അങ്ങനെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച് അവിടെ ഏത് രാജ്യത്തെ എല്ലാവർക്കും തുല്യ വരുമാനമുള്ളത്? ലോകത്തെ ഏത് രാജ്യത്താണ് എല്ലാവർക്കും തുല്യ വരുമാനമുള്ളത് പറഞ്ഞോട്ടെ? ചെയ്യുന്ന ആളുകൾക്ക് അധ്വാനിക്കാൻ തയ്യാറുള്ളവൻ ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യാവകാശം ഉറപ്പുവരുത്താൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ 1 ലക്ഷം രൂപ മുടക്കി അന്തസ്സായി ഇവിടെ ജീവിക്കുന്നവരുണ്ട്. അവരുടെ ആത്മാഭിമാനത്തെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്.